അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ KB അജിത്ത് കുമാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. താൻ അനേക ഇടങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയും തൻ്റെ ജീവിത പശ്ചാത്തലം ദൈവനാമ മഹത്വത്തിന് വേണ്ടി എല്ലാ ഇടങ്ങളിലും പറയുവാൻ തക്കവണ്ണം കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ KB അജിത് കുമാർ തൻ്റെ ജീവിതാനുഭവങ്ങൾ തുടർമാനമായി നമ്മൾ സംസാരിക്കുന്നു. ആകയാൽ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ KB അജിത് കുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവപാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന വഴികളെ കുറിച്ച് പറയുവാൻ ബഹുമാനപ്പെട്ട സ്ഥാപനം എന്നോട് കാണിച്ച എല്ലാ സ്നേഹ ബഹുമാന ആദരവുകൾക്കും നന്ദി. അപ്പോൾ തന്നെ ഇത് കേൾക്കുന്നവർക്കും ഒരനുഗ്രഹമാകട്ടെ, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം നിത്യതയ്ക്കുള്ള ഒരു വഴിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഒരു നായർ സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിനെ കാണുവാൻ ഒരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ കോട്ടയത്തായിരിക്കുമ്പോൾ കുമരകത്തിന്റെ ദേശത്ത് ഇന്ത്യൻ എംപോറിയം മിഷൻ ട്രസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു വരുന്നു. അത് സ്വന്തമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആമുഖമായി ചോദിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വരുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ അച്ഛനയുടെ കാലത്ത് അവർ അലയാടിയോട് പ്രാർത്ഥിച്ചു, വെള്ളിടിയോട് പ്രാർത്ഥിച്ചു, കാട്ടുതീയോട് പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ കാലഗതികൾക്കനുസരിച്ച് മാറ്റം വന്നപ്പോൾ ഇവയൊക്കെ ദൈവമാണെന്ന് അവർ ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിൽ വെള്ളിയടി വെട്ടിയപ്പോൾ, എൻ്റെ ജീവിതത്തിൽ കാട്ടുതീ ഉയർന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ അലയാഴി ഉയർന്നപ്പോൾ, കൊടുങ്കാറ്റടിച്ചപ്പോൾ എന്നെ വിടുവിച്ച ഒരു മാധ്യമത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനായിരിക്കുന്നത്. 30 കോടി ദേവഗണങ്ങളിൽ ദൈവമാരെന്നറിയണമെന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തെ അറിയണമെന്നൊരു ഒരാഗ്രഹം മുന്നിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ കടന്നുപോയ വഴികളെ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളെയും പള്ളികളെയും ഒക്കെ പ്രദക്ഷിണം വെക്കുവാനും അവർ പറഞ്ഞ കർമ്മകാര്യങ്ങളെയും ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. കോട്ടയം ഏറ്റുമാനൂർ വൈക്കം ചോറ്റാനിക്കര തൃപ്പൂണിത്തുറ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പെരുന്നകവീർ ആറന്മുള തെക്കളാത്തുകാവ് മലയാലപ്പുഴ മണ്ണാർശാല മധുര മീനാക്ഷി ക്ഷേത്രം പളനിയിലൊക്കെ പോയി തലമുണ്ടനം ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ജന്മാനുജന്മ നക്ഷത്രത്തിൽ നിർമ്മാലയം തൊഴാനുള്ളൊരു ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യൻ ഒരു അഭിവൃദ്ധിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് എല്ലാം പ്രദക്ഷിണ വഴികളിലും പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും അങ്ങനെയാണ്. അപ്പോൾ പോയ വഴികളൊക്കെ തിക്തമായി, കൈവെക്കുന്ന മേഖലകളൊക്കെ തകർന്നു പോയി. സ്വന്തമായിട്ട് ഒരു തൊഴിൽ സ്ഥാപനം ഉണ്ടായിരുന്നു, അതൊക്കെ ഏതാണ്ടൊക്കെ ഒരു അടഞ്ഞ മട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഞങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക വഴികളില്ലാത്തൊരു കുടുംബ പശ്ചാത്തലമല്ല എൻ്റേത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവാധീനക്കുറവ് എൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലെ ദൈവമാണ് എല്ലാത്തിനും ഉത്തരവാദി, അല്ലെ ദൈവത്തിലൂടെ മാത്രമേ സകലത്തിനും ഉത്തരം ലഭിക്കുകയുള്ളൂ എന്ന് എനിക്ക് കൃത്യമായ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മതങ്ങൾ പറഞ്ഞതും പറഞ്ഞ പാരമ്പര്യത്തിൽ കൂടെയൊക്കെ കടന്നു പോകുവാനിടയായി തീർന്നു. പക്ഷേ പോയ വഴികളൊന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയമോ ഭൗതികമോ കാര്യത്തിനായിട്ടുള്ള ഒരു ഉദാഹരണത്തിന് കാരണമായില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ വളരെ ക്രൈസിസ് മുന്നോട്ട് വരുന്നു. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു സഹോദരൻ പറഞ്ഞിടാ, നീ ഇത്രയൊക്കെ പോയതല്ലേ, നീ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ഒരു ധ്യാനമൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഒന്ന് പങ്കെടുക്കുവാൻ പറഞ്ഞു. ഞാൻ ആരെയും അങ്ങനെ പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. ആരും എന്ത് പറഞ്ഞാലും നന്മ എന്നുള്ള ഒരു വഴിയെ കുറിച്ചായിരിക്കുമല്ലോ അവർ പറയുന്നത്. ഞാനതിലും മദ്യപിക്കാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബാല്യത്തിൽ തൊട്ട് അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കിനെ മാനിച്ചു.
ഞങ്ങൾ ഏതാണ്ട് 52 പിള്ളേരാണ് SLC-ക്കൊക്കെ എഴുതി കവർ ചെയ്ത് ഇറങ്ങി പോരുവാൻ ഇടയായി തീർന്നത്. പക്ഷെ എൻ്റെ കൂടെ വന്ന ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചവരെല്ലാവരും ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ എത്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഏകനായി നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു. അവിടെ വെച്ച് ആണ് വീണ്ടും എനിക്ക് എൻ്റെ ആവശ്യബോധം എന്നെ ഉണർത്തി. അങ്ങനെ ഞാൻ ഡിവൈൻ റിട്രീറ്റ്സിന്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാനിടയായി തീർന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഏത് കാര്യത്തിനും ഞങ്ങൾ നിവൃത്തീകരണം കണ്ടിരുന്ന ഗണകന്മാരെ അല്ലെ അതുപോലുള്ള വഴികളെയാണ്. പ്രത്യേകിച്ച് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയൊക്കെ ചെയ്യുന്ന താമ്പൂല പ്രശ്നം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വഴിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു മാധ്യമത്തിൽ ഒരു വ്യക്തിയെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിൻ്റെതായ വഴികൾ യാത്ര ചെയ്തു. അങ്ങനെ താമ്പൂല പ്രശ്നം വെച്ചപ്പോൾ ഈ വെറ്റില കമിറ്റിയാണ് വെച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പ്രശ്നം നോക്കണ്ട എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞു, താങ്കളെ സംബന്ധിച്ച് മുജ്ജന്മ പാപമാണ് താങ്കളുടെ പ്രശ്നം എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം എൻ്റെ ചിന്ത ഇത്രയുള്ളായിരുന്നു, മുജ്ജന്മ പാപത്തിന് എന്താണ് ഒരു പരിഹാരം എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ ഡിവൈൻ റിട്രീറ്റ്സിന്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഓരോ വരമ്പുകൾക്കകത്ത് എല്ലാ മതങ്ങളും ദൈവങ്ങളെ ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അനേകരുടെ സാക്ഷ്യത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. സർവശക്തനായ ദൈവം യേശുക്രിസ്തു ആണെന്ന് മനസ്സിലായി. അവിടെ പറയുന്നു, ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ് ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ്, ഇൻ ഹിം ത്രൂ എവരിതിങ് ക്രിയേറ്റഡ്. അവൻ മുഖാന്തരം സകലത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഭാഗം വളരെ കൃത്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി, യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഇടയായി. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിലെ ഒന്ന് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു. എൻ്റെ ചോദ്യവുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്, എന്താണ് മുജ്ജന്മ പാപം, എന്താണ് മുജ്ജന്മ പാപത്തിന് വഴി? അങ്ങനെ വരുമ്പോൾ 1 യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ ആ ഒരു വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്യാനിടയായി തീർന്നു. മറ്റൊന്നല്ല, അവിടെ അതിന് നേരത്തെ പറഞ്ഞല്ലോ, അവൻ മുഖാന്തരം സകലത് ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അപ്പം അതിന്റെ ഒതന്റിക്കൽ പേഴ്സൺ എന്നുള്ളൊരു ആധികാരിക വ്യക്തിത്വം എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ലോകത്തെ സൃഷ്ടിച്ചത് അദ്ദേഹമാണെന്നുള്ള ഒരു ചിന്ത എനിക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ആ വഴിയെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോൾ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അത്? അപ്പോൾ എൻ്റെ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ വിഷയത്തിന് ഉത്തരമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മുജ്ജന്മ പാപം എന്തെന്ന് മനസ്സിലായില്ല. അങ്ങനെ വരുമ്പോഴാണ് അനേകരുടെ സാക്ഷ്യത്തിലൂടെ അവർ തന്നെ പറയുന്നുണ്ട്, അവയ്ക്ക് 115-ാം സങ്കീർത്തനം പറയുന്നു, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല എന്ന് വചനം പറയുന്നു. അപ്പോൾ തന്നെ 94-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം പറയുന്നു, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ എന്നും പറയുന്ന ഒരു ഭാഗത്താണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ കൂടുതലായിട്ടുള്ള വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും വചനം എന്താണെന്ന് മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹം വരികയൊക്കെ എന്റെ ജീവിതത്തിൽ എത്തുന്നു. 139-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നു, നീ മുമ്പും പിമ്പും അടച്ച് എന്റെ കൈ നിന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം. അതായിരിക്കും ഒരു പക്ഷേ ഗണകൻ പറഞ്ഞത്, തന്റെ വിഷയം സംസാരിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അതായിരിക്കും. അപ്പം ദൈവം അടച്ചാണ് ദൈവം നമ്മളെ പിടിക്കുന്നത്. ഏത് മനുഷ്യനെയും അങ്ങനെയാണ്, എന്നെയും അങ്ങനെയാണ്. അപ്പോഴാണ് വഴികളെല്ലാം അടയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് മുജ്ജന്മ പാപം എന്നൊരു വിഷയം പറയുന്നത്. അപ്പൊ എന്താണ് മുജ്ജന്മ പാപം എന്നൊരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, 94-ാം സങ്കീർത്തനം പറയുന്നു, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ. ഞങ്ങളൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ജ്ഞാനപ്പാനയൊക്കെ ചൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈച്ച ചത്ത് പൂച്ചയായിരുന്നു, പൂച്ച ചത്ത് പുഴുവായി പിറക്കുന്നു, ഈശ്വരന്റെ വിലാസങ്ങളെ എന്ന് ജ്ഞാനപ്പാന പറയുന്നു. സൈക്കിൾസ് ഓഫ് റീബർത്ത്. അപ്പം ആ ഒരു കാര്യം വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാറി ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഈച്ചയത്ത് പൂച്ചയായിരുന്നു, പൂച്ചയത്ത് പുഴുവായി പിറക്കുന്ന ഈശ്വരന്റെ വിലാസങ്ങളെ എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ആന മറ്റൊരു മൃഗത്തെയോ ആട് മറ്റൊരു മൃഗത്തെയോ ഒന്നും പ്രസവിക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം തനത് കാറ്റഗറി കൂടെ പോകുന്നു. അപ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് ഞാൻ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്തു. ആ പുനർവിചിന്തനത്തിലൂടെയാണ്
എനിക്ക് കാര്യങ്ങളെ കൂടുതലായിട്ട് ഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആവുന്നപ്പോഴാണ് 94 സങ്കീർത്തനം 9-ാമത്തെ വാക്യം പറയുന്നു, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ. വീണ്ടും അതിന്റെ വചനത്തിന്റെ ആധികാരികത പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് തന്റെ രൂപത്തിലും ഭാവത്തിലും ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചുവെന്നും ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപിയായി തീർന്നുവെന്നും ആ പാപത്തിനും പരിഹാരത്തിനും വഴി മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഒഴുക്കി വെച്ചിട്ടുണ്ടെന്നും അതാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ ഇതിന് പരിഹാരമുണ്ട് എന്ന് പറയുന്നതെന്നും എനിക്ക് ബോധ്യം വരുവാനിടയായി തീർന്നു. അങ്ങനെ ആ ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വചനം പറയുന്നു. ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സ്തോത്രം. എന്താണ് മുജ്ജന്മ പാപം? അതാണ് വളരെ ഇന്നും വളരെ മനുഷ്യന്റെ ജീവിതത്തിൽ സങ്കീർണമായി കിടക്കുന്ന ഒരു വിഷയം. അതാണ് എന്താണെന്നറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ തന്റെ രൂപത്തിലും ഭാവത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇടജാതി നാൽക്കാലികൾക്ക് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, ആത്മാവാകുന്ന ദൈവത്തെ മനുഷ്യൻ തിരിച്ചറിയാതെ വരുമ്പോൾ, മനുഷ്യൻ അവന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോന്നും കണ്ടുപിടിച്ച് അവസാനം പക്ഷിമൃഗാദികൾക്ക് ദൈവത്തിന്റെ രൂപവും ഭാവവും കൊടുത്ത് അവിടെ വെട്ടം വെച്ച് വിളക്ക് വെച്ച് അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, സാക്ഷാൽ പിതാവായ ദൈവാത്മാവായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ദൈവത്തെ അവഹേളിക്കുന്ന ഒരു പശ്ചാത്തലം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടാണ് എന്നും മനുഷ്യൻ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്കും ലോകം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ലോക യുദ്ധത്തിലേക്ക് പോലും കടന്നു പോകുന്നത്. കുടുംബത്തിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ, തൊഴിൽ മേഖലയിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ, തകർച്ച നടക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട. എന്താണെന്ന് ചോദിച്ചാൽ ദൈവാധീനം മനുഷ്യന്റെ ജീവിതത്തിൽ വിട്ടുപോയി, അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു കോണ്ടാക്ട് ഇവന് ഇല്ലാതെ പോയി. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഇവനൊരു തിരിവുണ്ടാകണമെങ്കിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിച്ച് നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുകയും സഹോദരനെ ദൈവമായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് മനുഷ്യനാകുന്നതും മനുഷ്യത്വം മറ്റൊരു ഭാഗത്തേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നതും ആ ഒരു സാധ്യത മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നത്. അപ്പം ദൈവം 1 കൊരിന്ത്യർ 13 പറയുന്നു, സ്നേഹം സകലതും ദീർഘക്ഷമ കാണിക്കുന്നു, മറ്റൊന്നും കാണിക്കുന്നില്ല, ദൈവം ക്ഷമിക്കുന്നു, സഹിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നത് വചനം വായിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തെയും മാധ്യമത്തെയോ മനുഷ്യൻ അവഹേളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ അവഹേളനത്തിനപ്പുറമായി മനുഷ്യനെ ഇന്നും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു തന്നെയാണ് ദൈവം, മറ്റാരും ദൈവമല്ല. ആ ദൈവം ആത്മാവാണ്. ആ ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ മനുഷ്യൻ ജീവിതത്തിൽ വരുമ്പോഴാണ് മനുഷ്യന്റെ ജന്മകർമ്മ പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്. അല്ലാതെ വെടിവെച്ചിട്ടോ പടക്കം വെച്ചിട്ടോ എഴുന്നള്ളത്ത് വെച്ചിട്ടോ വെട്ടം വെച്ചിട്ടോ മറ്റോ എന്തെങ്കിലും പ്രദക്ഷിണ വഴിപാടുകളിൽ പങ്കെടുത്തിട്ടോ പാച്ചോറ് പടച്ചോറ് വരുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയായ മനുഷ്യൻ എന്ന് ദൈവമായി തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കുന്ന ഒരു പശ്ചാത്തലം അവന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവന്റെ മുജ്ജന്മ പാപത്തിന് പരിഹാരം വരുന്നത്. മുജ്ജന്മ പാപം എന്ന് പറഞ്ഞാൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇടജാതി നാൽക്കാലികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണം. ഇന്ന് നമ്മൾ കോട്ടയം പോലുള്ള ദേശത്തൊക്കെ എന്ത് നടക്കുന്നു, എന്തായിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. വാർത്താ മാധ്യമങ്ങൾ മറ്റു നിൽക്കുന്നു, മെഡിക്കൽ കോളേജ് ഉരുണ്ടു വീഴുന്നു, അതിനിടയിൽ മനുഷ്യൻ പെട്ടുപോകുന്നു. ആ പെടുന്നത് സ്തോത്രം നേരായി നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ക്രൈസിസിൽ നിന്ന് ക്രൈസിസിലേക്ക് മനുഷ്യൻ പോകുന്നു. അവസാനം ബോഡി പോലും അരഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് അപ്പുറം വേറൊരു വാർത്ത വായിക്കുന്നു, സ്വന്തം കുടുംബത്തിൽ സ്വന്തം അപ്പൻ മകൾ വഴിവിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് തോർത്ത് മുറുക്കി കൊല്ലുന്നത് കാണുന്നു. ഇതിന്റെയൊക്കെയും കാരണമെന്ന് പറയുന്നത്, ഇതിന്റെയൊക്കെ മൂല കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. മനുഷ്യത്വം മരവിച്ചു പോയി. ആ മരവിച്ചു പോയ മനുഷ്യത്വം മടക്കി തിരിച്ചു തരാനാണ് ദൈവം മനുഷ്യനായി വന്നത്. ആ ദൈവസ്നേഹം മനുഷ്യന് പങ്കുവെച്ചിട്ടാണ് ദൈവം പറയുന്നത്, കുരിശിൽ വെച്ച് പറയുന്നത്, ഇതാ സകലതും നിവർത്തിയായി, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, എന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങൾ എന്റെ വഴിയിൽ വരുവാൻ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ മുന്നേ വരുന്നതിന്റെ കാരണം അതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലൊന്നും ബന്ധപ്പെട്ട വ്യക്തിയല്ല, എനിക്കിതുമായിട്ട് വലിയ പരിചയമില്ല. പക്ഷെ ഞാൻ ആ വഴിയൊക്കെ ചെന്ന് കണ്ടെത്തേണ്ട ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. എന്നെ പോലെയാണ് നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, സമാധാനം കണ്ടെത്തുവാൻ മദ്യമോ മദിരാക്ഷിയോ പുകവലിയോ അല്ലെങ്കിൽ ചരസോ അല്ലെ ഇന്നത്തെ MDMO അതുപോലെ അല്ലെ ഒരു മാധ്യമവും മനുഷ്യനെ രക്ഷിക്കത്തില്ല. മനുഷ്യന് എന്നാൽ ഇവ തരുന്നതിൽ അപ്പുറമായ ഒരു സമാധാനം
സാമ്പത്തിക തടസ്സമുണ്ട്, സാമ്പത്തിക കടഭാരങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാ, പക്ഷെ അതൊക്കെ റിയാലിറ്റിയാ. പക്ഷെ ഈ റിയാലിറ്റിക്ക് അപ്പുറമായ ഒരു സമാധാനം കയറെടുക്കാൻ പറയുന്ന ഈ മാധ്യമം ഒരിക്കലും കയറെടുക്കാൻ പറയത്തില്ല. ഈ മാധ്യമം ഒരിക്കലും മദ്യപിക്കാൻ പറയത്തില്ല. ഈ മാധ്യമം ഒരിക്കലും മദിരാക്ഷിക്ക് കൂട്ടു നിൽക്കത്തില്ല. ഈ മാധ്യമം ഒരിക്കലും വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കത്തില്ല. ഈ മാധ്യമം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകത്തില്ല. അത് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും എന്നാണ് പറയുന്നത്. സ്തോത്രം. ആ സമൃദ്ധിയായ ജീവൻ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. എന്നെ പോലെ പ്രത്യേകിച്ച് ഹൈന്ദവ മാർഗത്തിൽ നിൽക്കുന്നവർ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. ഇവിടെ വിദ്യാർത്ഥി മിത്രം പ്രസ്സിലെ പുസ്തകങ്ങൾ പലത് കിടപ്പുണ്ട്. അതിനകത്ത് കിട്ടിയ ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ബൈബിള് ഇവിടെ മനുഷ്യൻ പറയുന്നു ഇത് ഒന്നും ചെയ്യേണ്ട, ഇവിടെ വിതരണം ചെയ്യേണ്ട, ഇത് കൊടുക്കേണ്ട, വാങ്ങിക്കേണ്ട എന്ന് പറയുമ്പോൾ മറ്റൊരു ഹൈക്കോടതികൾ പറയുന്നു ഇത് കൊടുക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തോട് എനിക്ക് പറയാനുള്ള, സഹോദര വർഗത്തോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇവിടെ നാറാണത്ത് ഭ്രാന്തൻ അവിടെ ഒരു ചുടലക്കളത്തിൽ കിടക്കുന്നു. മൃതശരീരം കത്തിക്കൊണ്ട് കിടക്കുന്നു. പുസ്തകം അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. വലിയ പറിച്ചു പറ്റ പന്തനത്തിനകത്ത് നാറാണത്ത് ഭ്രാന്തന്റെ ഒരു പശ്ചാത്തലം അവിടെ കിടപ്പുണ്ട്. ഈ പശ്ചാത്തലത്തിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചുടലക്കാളി വെളിപ്പെട്ടിട്ട് പറയുന്നു. സ്തോത്രം. ഇവിടെ ഇവൻ കിഴങ്ങ് മുഴുകി കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ചുട്ട് കഴിക്കുമ്പോൾ ഇവന്റെ അടുക്ക വന്നേച്ച് പറയുന്നുണ്ട് ഇവിടുന്ന് മാറണമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് മാറണമെന്ന് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ വേണേ വേറെ വഴിക്ക് പോകും, ഇപ്പൊ എന്റെ ആവശ്യം ഇതാ, ഞാനിത് കഴിച്ചോണ്ടിരിക്കുക, ഞാൻ ഇവിടെങ്ങളിലൊക്കെയാണ് കഴിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവള് പറഞ്ഞു ഞാൻ വലിയ പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എഴുതപ്പെട്ട പുസ്തകം കൊണ്ട് വായിച്ചു നോക്കാം. സ്തോത്രം. മനുഷ്യൻ കണ്ണുണ്ടെങ്കിൽ കാണണം, ചെവി ഉണ്ടെങ്കിൽ കേൾക്കണം. ചെവിയെ നട്ടവന്റെ അടുക്കൽ വരണം, കണ്ണിനെ നിർമ്മിച്ചവന്റെ അടുക്കൽ വരണം. അതിനൊരു ചൂണ്ടുപലക ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. അവിടെ പറയുന്നു. സ്തോത്രം. ചുടലക്കാളി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാന്തം പറഞ്ഞു നീ വലിയ പുള്ളിയാണെങ്കിൽ എന്റെ ഈ കാലയിലെ മന്ത് ഇപ്പുറത്തോട്ട് താക്കി തരാൻ പറഞ്ഞു. ഈ മന്ത് മാറ്റി കൊടുക്കുന്നു. സ്തോത്രം. ഇച്ചിരി കഴിഞ്ഞപ്പം നാരായണപ്രാന്തനല്ലേ പാർട്ടി, നാരായണപ്രാന്തൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ എന്ന് ചാകുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചുടലക്കാളി പറഞ്ഞു എനിക്കതിന് വകുപ്പില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ മാധ്യമം പറയുന്നു. സ്തോത്രം. മരണത്തിന്റെയും ഒന്ന് വെളിപ്പാട് പുസ്തകം 1:8 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. സ്തോത്രം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഹിസ്കിയാവ് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറയുന്നു. സ്തോത്രം. അവിടെ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നു നിന്റെ കാര്യം തീർന്നു പറഞ്ഞ അത് ആ ഭക്തൻ തിരിഞ്ഞ് ദൈവത്തോട് പറഞ്ഞു ഞാൻ ചെയ്തതൊക്കെ ഒന്ന് ഓർക്കണമേ എന്ന് പറയുവാനിടയായി തീർന്നു. പ്രവചനം പറഞ്ഞു പോയ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുമ്പ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു. സ്തോത്രം. നിന്റെ ആയുസ് 15 വർഷം നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുക. നമ്മളിപ്പോ MBA അതുപോലുള്ള കാലഘട്ടങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചുമ്മാ താരതമ്യ പഠനം നടത്തിച്ച് നോക്ക്. സ്തോത്രം. ഓരോരുത്തർ പറയും, ഒരു ദൈവം വന്നിട്ട് പറയുന്നു എനിക്ക് അതിന് അവകാശമില്ല, അധികാരമില്ല. എന്നാൽ മറ്റൊരിടത്ത് പറയുന്നു. സ്തോത്രം. നിന്റെ കാര്യം തീർന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അവന്റെ പറയുന്നത് ഈ താക്കോൽ എന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പം ആയുസിന് നീട്ടിക്കൊടുക്കാൻ, ജന്മകർമ്മ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, മനുഷ്യന്റെ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ വളരെ കൃത്യമായിട്ടൊരു മാർഗമുണ്ട്. അത് ബൈബിൾ മാത്രമാണ്, അത് ബൈബിൾ മാത്രമാണ്, അത് ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കടന്നുപോയ വഴികൾ എനിക്ക് വേറെ ആരും ഒരു മാറ്റവും തന്നില്ല. തന്ന ഒരൊറ്റ മാറ്റത്തിന്റെ വഴിയാണ് ഞാൻ പറയുന്നത്. അത് ക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്, അത് മതമല്ല കേട്ടോ. സ്തോത്രം. അവിടെയാണ് ഇന്ന് ഇത് കിടന്ന് കറങ്ങുന്നത്. കാര്യം ഭൂമി സ്ത്രീ മുഴുവൻ ക്രിസ്ത്യൻ അധീനതയിൽ കിടക്കുമ്പോൾ, സ്തോത്രം, ഏറ്റെടുക്കേണ്ട മാനവ ഹൃദയങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ ശരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ ഇത് മാർഗമാണ്, ജീവന്റെ മാർഗമാണ്. ആ ജീവന്റെ നിത്യജീവന്റെ വഴികളും വാതിലുകളും ആത്മാവും നമ്മളെ മാടി വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു സഹോദരനുണ്ടെങ്കിൽ ഇന്നും വിദ്യാർത്ഥി പത്രത്തിൽ ആ പുസ്തകം കിടപ്പുണ്ട്, നാരായണപ്രാന്തന്റെ പുസ്തകം. സ്തോത്രം. ഒന്നുകൂടി ഒരു കോണ്ടക്സ്റ്റൂടെ കയറ്റി വെച്ച് പറയുന്നു. സ്തോത്രം. ഇവിടെ ഈ പുസ്തകത്തോട് നന്ദി കാണിക്കേണ്ടത് ഹിന്ദു പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് നന്ദി കാണിക്കണം. കാരണം 1800 കാലഘട്ടത്തിൽ സതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. അവിടെ വില്യം കേറിയാണ് ഈ പുസ്തകം ഇവിടെ കൊണ്ടുവരുന്നതും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും. അന്ന് രാജാറാം മോഹൻ റോയുടെ ചേട്ടന്റെ വീട്ടിൽ ചേട്ടന്റെ ഭാര്യ, ചേട്ടൻ മരിക്കുന്നു, ഭാര്യ അതോടുകൂടി മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു. അവിടെ ഒരു സംഘർഷപൂരിതമായ അവസ്ഥ നിൽക്കുന്നു. അന്ന് സതി നിലനിൽക്കുന്നു. സ്തോത്രം. ഇത് ചരിത്രമാണ്, പുറകോട്ട് പഠിക്കണം. സ്തോത്രം. അവിടെ വെച്ച് കഴിയുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ രാജാറാം മോഹൻ റോയ് ഇവിടുന്ന് ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സ്വാമി ഇവിടെ വില്യം കേറി ഇവര് പോയി ബ്രിട്ടീഷ് പാർലമെന്റുമായിട്ട് സംസാരിച്ചാണ് സതി ഇവിടെ നിർത്തലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1800 സംതിങ് 225 വർഷം കൊണ്ട് എത്ര ഹൈന്ദവ സ്ത്രീകൾ, സ്തോത്രം, ചിതയിൽ കിടക്കേണ്ട സ്ഥാനത്ത് നിന്നാണ്
ഈ പുസ്തകം നമ്മളെ രക്ഷിച്ചത് സ്വതം രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഈ പുസ്തകം മാത്രം മധുരതരമാണ്. ഇതിന്റെ റിക്കാർഡ് നിങ്ങൾ ഗൂഗിളിൽ ഇപ്പൊ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോണിന്റെ തുമ്പിൽ വെച്ച് നിങ്ങളിപ്പോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലാവും. ഞാനിത് പറയാതിരിക്കാനൊക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് അധികാരിയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് പറ്റത്തില്ലെന്ന് വേറൊരു മാർഗത്തിലൂടെ പറയുമ്പോൾ വചനം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമവും ഏക വഴിയും ക്രിസ്തുവിന്റെ വഴിയാണ്. സ്തോത്രം. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ്. ഞാൻ ഇത്രയും കോണ്ടക്സ്റ്റ് പറഞ്ഞതിന്റെ കാര്യം. എന്നെ സംബന്ധിച്ച് ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊക്കെ വളരെ അപ്പൊ എനിക്ക് ഇതിന്റെ കാതലായ വിഷയങ്ങൾ പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എനിക്ക് തലമുറ ഉണ്ടാകാത്ത ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. മുന്നോട്ട് പോകാൻ വഴികൾ ക്രൈസ്റ്റ് ആയിരിക്കുന്നു, സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാനും ഈ ഇന്നത്തെ മാർഗത്തെ പോലെ ഇതിനെയൊന്നും അത്ര കാര്യമായിട്ട് കൈക്കൊണ്ടില്ല, കാര്യമായി ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ല. അങ്ങനെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, സ്തോത്രം, അനേകരുടെ സാക്ഷ്യത്തിലൂടെ യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലായി. തലമുറയില്ലാത്ത അവസ്ഥ നിൽക്കുന്നു, മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ 1 പത്രോസ് 3:21 വചനം എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, സ്തോത്രം, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ഒരു ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയായിട്ട് അത്ര സ്നാനം. അപ്പോ സ്നാനപ്പെടണമെന്നൊരു ഒരു അധികാരപരമായ ഒരു വാക്യം എന്നോട് ഇടപെട്ടു. അവർ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്നാണെന്നറിയോ? സ്തോത്രം, ഞാൻ ഒരു കാലത്ത് സ്നാനപ്പെടുന്ന സമൂഹത്തോട് ചോദിച്ചാൽ എന്തോ കുളിക്കാഞ്ഞിട്ടാണോ പിടിച്ച് മുക്കുന്നതെന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. ആ ചോദ്യം 10 വർഷത്തിന് മുമ്പ് ചോദിച്ചെങ്കിൽ ആ വാക്ക് വെച്ച് എന്റെ വഴികളെ അടച്ചു നിർത്തി. അതാ പറഞ്ഞ, നീ മുമ്പും അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കും. 139:5. ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ അനുഭവം പറയുന്നത്. സ്തോത്രം. അല്ലാതെ ഇത് പണം തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടൊന്നല്ല. കാര്യം ഇന്നും ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഇന്ന് ശബരിമലയ്ക്ക് പോകുന്ന പ്രശ്നമൊക്കെ പറയുമ്പോൾ ഞാൻ 12 കൊല്ലം ശബരിമലയ്ക്ക് പോയി ഒരു കുഞ്ഞിനെ ഫ്രീ ആയിട്ട് നടചവിടുകയും ചെയ്തപ്പോൾ ആ മകരവിളക്ക് അക്കരയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ, സ്തോത്രം, ഈ പോത്ത് വെള്ളത്തിൽ കിടന്ന് കണ്ണ് മിഴിക്കുന്ന പോലെ ഈ ഇടയ്ക്കിനിടയ്ക്ക് കിടന്ന് ഇന്ന് പറയാൻ കൃത്യമായിട്ട് പറയാം, മലയോരം കത്തിക്കുന്ന തീ കാണാൻ വേണ്ടിയിട്ട്, സ്തോത്രം, നിൽക്കുന്ന ഒരു അവസ്ഥ. അന്നോർത്തത് ദൈവം കൊണ്ട് കത്തിക്കുന്നതാണെന്നൊക്കെയാണ് മനുഷ്യൻ ചിന്തിച്ചത്, ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായതൊന്നുമല്ല, ഇതെല്ലാം ലോക തട്ടിപ്പാണെന്ന് മനസ്സിലായത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് എന്നെ പോലെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, സ്തോത്രം, വളരെ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നിന്നെ സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്, നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന യേശുവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്തവും ജീവനും തന്ന് ശത്രുവിനെ ക്ഷമിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവർത്തിയായിരിക്കുന്നു. സ്തോത്രം. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി എന്ന് ആരെപ്പോൾ ചിന്തിക്കും. അതുകൊണ്ടാണ് റോമലേഖനം 1:10 പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം എന്നെ മരിച്ചവരുടെ ഉറപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്താൽ എ പർട്ടിക്കുലർ പേഴ്സൺ നീ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. സ്തോത്രം. ആര് ഏറ്റു പറയുന്നു? അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. കേൾക്കുന്നവരായ നിങ്ങളുടെ ജീവിതത്തിൽ ജന്മകർമ്മ പാപത്തിന് പരിഹാരം കിട്ടാതെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതം തകർന്നു നിൽക്കുമ്പോൾ, തരിപ്പണമായി കിടക്കുമ്പോൾ, കുടുംബത്തിൽ അനാഥത്വം നിലനിൽക്കുമ്പോൾ, മദ്യപാനം നിലനിൽക്കുമ്പോൾ, ഭ്രാന്ത് നിലനിൽക്കുമ്പോൾ, അതുപോലെ ആത്മഹത്യ നിലനിൽക്കുമ്പോൾ, മരണം മാത്രം കൊടി നിൽക്കുന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോൾ, ഒരു ജെറിക്കോയുടെ അനുഭവം കുടുംബത്തിൽ നിൽക്കുമ്പോൾ, കല്ലിടുമ്പോൾ മൂത്തവൻ ചാകുന്നു, കട്ടില വെക്കുമ്പോൾ ഏവൻ ചാകുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്ന മുജ്ജന്മ പാപമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കാതെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ പക്ഷേ ഇടജാതി നാൽക്കാലികൾക്ക് കൊടുത്ത ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ദൈവം ആത്മാവാണെന്ന് ചിന്തിക്കുകയും ആത്മാവായ ദൈവത്തെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുകയും ആ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുകയും സമശിഷ്ട ജീവിതങ്ങളെ ദൈവമായി കാണുവാനും ഒരു മഹാനുഭാവത്വം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യു ആർ സേവ്ഡ്, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. പിന്നീട് നിങ്ങളുടെ ജീവിതം, സ്തോത്രം, ഒരു ആത്മനിർവൃതിയുടെ പോക്കിലായിരിക്കും, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, എന്നെ സംബന്ധിച്ച് ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു. അപ്പോൾ സ്നാനപ്പെടത്തില്ല, അങ്ങനെ സ്നാനപ്പെടാനായിട്ട് വചനം എൻ്റെ മേൽ നിർബന്ധം ചെലുത്തി തലമുറയില്ലാത്ത അവസ്ഥ നിൽക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആരോടും ഓരോരും ചിന്തിച്ചില്ല. ഞാൻ അവിടെയും പറഞ്ഞു, ദൈവമേ ഇത് സത്യമാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വചനപ്രകാരം സ്നാനപ്പെടാമെന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ ദൈവം ഇവിടെ മീകളിന്റെ ഗർഭമടയ്ക്കുന്നു, സാറയുടെ ഗർഭമടയ്ക്കുന്നു, ഇസ്ഹാക്കിന്റെ ഭാര്യയുടെ ഗർഭം അടയ്ക്കുന്നു. അപ്പൊ അടഞ്ഞു കിടന്ന വാതിലും കിടന്ന് അകത്ത് വന്ന എന്റെ ജീവിതത്തിൽ, സ്തോത്രം, തലമുറയെ തരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, ദൈവത്തിന്റെ വചനം മനുഷ്യൻ ദൈവമാണെന്ന്, ദൈവത്തെ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയും അവന്റെ വചനത്തിന്റെ പാത പിൻപറ്റുകയും ചെയ്താൽ, സ്തോത്രം, ഒരു വെട്ടോ ഒരു വെടിയോ ഒരു പാച്ചോറോ ഒരു പടച്ചോറോ ഒരു ക്ഷേത്രപ്രദർശനമോ ഒന്നും നടത്തണ്ട. ഞാനൊക്കെ ഈ ഏറ്റുമാനൂർ അമ്പലത്തൊക്കെ ശിവരാത്രി നാളൊക്കെ ശയനപ്രദർശനം നടത്തിയിട്ടുള്ള അപ്പൊ അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവയൊന്നും തരാത്ത ഒരു സന്തോഷം
ആണ് ഇവിടെ നിന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സന്തോഷത്തിലേക്ക് നിങ്ങളും കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുവാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം സ്തോത്രം. അപ്പോൾ സ്നാനപ്പെടാമെന്ന് ഒരു തീരുമാനമെടുത്തു. ഇന്നും ആത്മീയ വിഷയത്തിനകത്ത് ആത്മീയ ഗോളത്തിൽ നിന്നിട്ടും താങ്കൾ സ്നാനപ്പെടാതിരിക്കുന്നെങ്കിൽ സ്തോത്രം, വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ അന്യഭാഷകളിൽ സംസാരിക്കും, ഭൂതങ്ങളെ പുറത്താക്കും എന്നൊക്കെ അവിടെ വചനത്തിൽ പറയുമ്പോൾ ഇന്ന് ആ ഒരു ഭാഗം എന്റെ ജീവിതത്തിൽ പൂർണ്ണമായും നിവർത്തീകരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. എത്ര ദൂരത്ത് നിന്ന് ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാലും അവന്റെ വിഷയത്തിന്റെ റിസൾട്ട് വരെ കൃത്യമായിട്ട് വളരെ എത്ര ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണേലും കൃത്യമായിട്ട് അവനോട് പറയുവാനിടയായി തീരും. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇത് ദൈവം ആത്മാവായതുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ ഇരിക്കുന്ന ഫോണിനകത്ത് പണ്ടൊക്കെ നമ്മൾ ടെലിഫോൺ മുഖാന്തരം PND വകുപ്പ് കമ്പിയായിരുന്നു. ഇപ്പൊ മുഴുവൻ എന്താ പറയുന്നത്, സ്തോത്രം, എന്നാ എയറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പരിപാത്മാവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മനുഷ്യന്റെ വിഷയങ്ങൾക്ക് ഉത്തരം തരുവാൻ ക്രിസ്തു ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, എന്നെ സംബന്ധിച്ച് അപ്പോൾ വചനം പൂർണ്ണവും പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ തിരുവല്ല ഷാരോനിൽ ഒരു കാലഘട്ടം BTH പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വീടില്ലാത്ത ഒരു അവസ്ഥ വന്നു. വളരെ ക്രൈസിസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 2003 ജനുവരി മാസം 1-ാം തീയതി തിരുവല്ല ബസ് സ്റ്റാൻഡിന്റെ വാതിൽക്ക് വെച്ച് വചനം ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. സ്തോത്രം. ഒരു 6 മണിയായി നിൽക്കുമ്പോൾ, മഞ്ഞൊക്കെ മൂടി നിൽക്കുമ്പോൾ, ഒരു വീട് കിട്ടാതെ ഞാൻ അലഞ്ഞു നടക്കുന്ന, പൈസ കയ്യിലുണ്ടെങ്കിൽ പോലും കിട്ടാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ, സ്തോത്രം, ആത്മാവിനോട് വളരെ ശക്തമായിട്ട് വളരെ നല്ല ശബ്ദത്തിൽ പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് തൊട്ട് വിശ്വാസം പഠിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു. 2003 ജനുവരി മാസം 1-ാം തീയതി. ഇന്നും ഈ സമയത്ത് ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും സ്തോത്രം, എന്നെ നടത്തുന്നത് ഈ ആത്മാവാണ്. ഈ വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. സ്തോത്രം. അതിന് വേറെ ബാങ്ക് അക്കൗണ്ടോ വേറെ ആരുടെയും ബാങ്ക് സപ്പോർട്ടോ, ഇന്നും എനിക്ക് ബാങ്ക് സപ്പോർട്ടുകൾ യാതൊന്നുമില്ല. ആകെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്ന ആത്മാവുമായിട്ടുള്ള ഒരൊറ്റ ബന്ധം മാത്രമാണ്. ആ ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിന് വെടിവെക്കുവോ കിഴികെട്ടി കൊടുക്കുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജീവൻ നീ ദൈവത്തിന് കൊടുക്കണം. ദൈവം നമുക്ക് വേണ്ടി ജീവനും രക്തവും തന്നെങ്കിൽ നീ തിരിച്ചു അപ്രകാരം ചെയ്യണം. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി തലവണങ്ങി മുന്നോട്ട് പോകണം. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കും, ഇങ്ങനെയുണ്ട് ഒരു പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ പഠിച്ചവർക്കറിയാം. സ്തോത്രം. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്കറിയാം. ഒരു കുപ്പക്കുഴിയിൽ നിന്നൊരു വാഴ പറയുന്നു. പാഠപുസ്തകം 2-ാം പാഠപുസ്തകം രണ്ടാമത്തെ പദ്യം കഴിഞ്ഞ് ഗദ്യത്തിലേക്ക് വരും. പറയാം, എൻ്റെ അമ്മ ഒരു കുപ്പക്കുഴിയിലാണ് എന്നെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് കഥ കിടക്കുമ്പോൾ ലാസ്റ്റ് ആ വാഴക്കുഞ്ഞിൽ നിന്നൊരു കൊല വരുമ്പോൾ ആ കൊല തിരിച്ച് കർഷകന് കൊടുത്തിട്ട് പറയുന്നു, രക്ഷിച്ചവൻ തല കൊടുത്തു എന്ന് പറയുവാനിടയായി തീരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തനായിട്ട് നിൽക്കുന്ന ഈ ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ, നിന്റെ ജന്മകർമ്മ പാപത്തിന്, നിന്റെ കുടുംബ പശ്ചാത്തലം, നിന്റെ ബിസിനസ് തകർച്ചയ്ക്ക്, നിന്റെ സകല തകർച്ചകൾക്കും, കുടുംബത്തിൽ ഭ്രാന്ത്, ഇതുപോലെ ഏത് വിഷയത്തിനും ഉത്തരമുണ്ട്. അതിന് വെട്ടം വെക്കണ്ട, വിളക്ക് വെക്കണ്ട, വെടിവെക്കണ്ട, ആനപ്പുറത്ത് കയറണ്ട, വെഞ്ചാമരം വേണ്ട, നിലവിളക്കോ ഒന്നും വേണ്ട, കൊട്ടിഘോഷണങ്ങളൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരിക്കണം, നിന്റെ ഹൃദയം വളരെ കൃത്യമായിട്ട്. സ്തോത്രം. അതുകൊണ്ടാണ് നയീനിലെ വിധവയുടെ ആരുമില്ല, ബാഞ്ച് സെറ്റ് ഒന്നുമില്ല. സ്തോത്രം. ആ ശബ്ദം അവരുടെ ഹൃദയത്തിന്റെ നിലവിളിയെ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് അവരുടെ കണ്ണിനെ നട്ടവൻ കാണുകയില്ലയോ, ചെവിയെന്ന്. അപ്പൊ സൃഷ്ടാവുമായിട്ടൊരു ബന്ധം വരുമ്പോൾ, സ്തോത്രം, ഒന്നേറ്റു പറയുമ്പോൾ, കുറവുകളെ സമ്മതിക്കുമ്പോൾ, അദ്ദേഹത്തെ അംഗീകരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുവാനിടയായിത്തീരും. നമ്മുടെ സകല വിഷയത്തിന് ഉത്തരം തരുവാനിടയായിത്തീരും. അങ്ങനെ ആ പറഞ്ഞ 2003 ജനുവരി മാസം 1-ാം തീയതി കേട്ട ദൈവശബ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നിൽക്കുമ്പോൾ, വീണ്ടും ഞാൻ BTH കഴിഞ്ഞു, MD ന്യൂ ലൈഫ് കോളേജ് ബാംഗ്ലൂരിൽ പഠിച്ചു, MA മൈസൂർ യൂണിവേഴ്സിറ്റി പഠിച്ചു, MA MPhil മൈസൂർ യൂണിവേഴ്സിറ്റി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിന്നീട് ഒരു കാലഘട്ടം താമസിച്ച് മല്ലപ്പള്ളിയുടെ ദേശത്ത് ഫ്രീ ആയിട്ട് ഒരു 5-6 കൊല്ലം ഒരു വീട്ടിൽ താമസിക്കുവാനിടയായി തീർന്നു. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഈ വയനാട് യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2006-ലൊക്കെ വയനാട്ടിലൊക്കെ ഒരു സൂയിസൈഡ് മൈൻഡ് സെറ്റ് വരുന്നത്. സ്തോത്രം. കർഷകന് കൃഷി ചെയ്തിട്ട് ഇഞ്ചിക്ക് വിലയില്ല, ആത്മഹത്യ ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ മൈസൂർ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെയൊക്കെ വയനാടിന്റെ മേഖലയിൽ വന്ന് വർക്ക് ചെയ്യുകയും കർത്താവിന്റെ പരിശോധന നടത്തി ഇഷ്ടംപോലെ ആളുകൾ കർത്താവിനെ കാണുകയും ഒക്കെ ചെയ്ത് ഇന്നലെ മരിക്കാൻ ഇരുന്ന വീടുകളുടെ മുന്നിൽ പശ്ചാത്തലത്തിൽ പോലും നിന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പോലും വന്ന് കുമ്പിട്ട് ദൈവത്തെ സ്വീകരിക്കുന്ന കാണുവാൻ ഒരു ഭാഗ്യമൊക്കെ ലഭിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഒന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട അത്ര അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ട്രൈബൽ ഏരിയയിൽ വയനാടിന്റെ ദേശത്ത് വർക്ക് ചെയ്തു കൊച്ചിന് ഞങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ
തണുപ്പ് ഒരു വലിയ വിഷയമായിരുന്നു. കൊച്ചിനൊരു പ്രത്യേകിച്ച് ഒരു രോഗം വന്നു. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് കുമരകത്തിന്റെ ദേശത്ത് വന്ന് താമസിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പൊ കുമരകത്തിന്റെ ദേശത്തായിട്ട് ഒരു 10-15 വർഷമായിട്ട് 10 വർഷത്തോളമായിട്ട് കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇപ്പോഴും പറഞ്ഞ ആ ദൈവശബ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. കുമരകം ഒരു പ്രത്യേക ഏരിയയാണ്. സ്തോത്രം. ആ ഒരു ഏരിയയിലോട്ട് പ്രത്യേക വിഭാഗക്കാർ മാത്രമാണ് നിൽക്കുന്നത്. അവിടെയോട്ടാണ് ദൈവസ്നേഹമായിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അവിടെ ഒരു കാലഘട്ടം ഒരു ആശുപത്രി വെറുതെ കിടന്നു. ഒരു 7 വർഷത്തോളം ഞങ്ങൾ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. മുന്നോട്ട് വരുമ്പോൾ വേറെ അടുത്തുള്ള ആശുപത്രിയിലും കൊടുത്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ദേശത്ത് മോർണിംഗ് ഫുഡ് ഞങ്ങളുടേതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ദൈവം ആണ് നമ്മളെ നടത്തുന്നെങ്കിൽ, വിശ്വാസം ദൈവമാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മുന്നിലാണ് നമുക്ക് നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുവാനും, ദൈവം നമ്മളെ ഉയർത്തുവാനും, ദൈവം നമ്മളെ നടത്തുവാനും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനും, ദൈവം നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുവാനും, തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കുവാനും, കൈവെക്കുന്ന മേഖലയെ അനുഗ്രഹിക്കുവാനും ഇവിടെയായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം ക്രിസ്തുവിന്റെ നാമമാണ്. ആ ക്രിസ്തു മാത്രമാണ് ദൈവം. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ 30 ദേവഗണങ്ങളിൽ ദൈവമാര്. സ്തോത്രം. എല്ലാ വഴികളിലും പോയി അവസാനം അവരാരും നമ്മളെ രക്ഷിക്കുന്ന ഒരു പതിവ് കണ്ടില്ല. അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടാത്തൊരു അനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും നമുക്ക് കിട്ടുന്നു. സ്തോത്രം. ഇവിടെ ആരും ബാക്കിലുണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞ ആത്മീയ വിഷയത്തിൽ മനുഷ്യൻ പറയുന്ന അവർക്ക് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ള പരിപാടിക്ക് ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് കിട്ടുന്നവന് മേടിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ എവിടെ പോയെന്ന് പറഞ്ഞാലും സ്തോത്രം, അമേരിക്കൻ തലകുത്തി മറിയുന്ന ഒരു സന്ദർഭം നാം കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇന്നും ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം, ഏതാണ്ട് വലിയ കാര്യങ്ങളൊക്കെ നടന്നു. 19 പേര് ഒഴുകിപ്പോയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതൊക്കെയും ദൈവത്തിന്റെ സംസാരമാണെന്ന് തിരിച്ചറിയാൻ ഒരു ഭാഗ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ വരണം. ഞാൻ പറഞ്ഞത്, സ്തോത്രം, രക്ഷ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആത്മാവാകുന്ന ദൈവമാണ് നമ്മളെ നടത്തുന്നത്. സ്തോത്രം. ആത്മാവ് രണ്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സ്തോത്രം. നാഥാന്തത്തിന്റെ അടുക്ക് വെളിപ്പെട്ട വ്യക്തിക്ക് സ്തോത്രം പലതും തരാൻ കഴിയും. ഇന്നും പലയിടത്തും പലതും തരാൻ കഴിയും. ചോദിക്കേണ്ട ആത്മാവിനെ ഒന്ന് മാറ്റിത്തരാവോ, എന്റെ ആത്മാവിന്റെ ജീവന്റെ കാലഘട്ടം എത്രയാണെന്ന് ചോദിക്കാവോ? അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. അതിന് അധികാരം എനിക്കില്ല. അവിടെ അധികാരമുണ്ടെന്ന് പറയുന്ന ഒന്നിന്റെ കേട്ടെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. 5 മിനിറ്റ് ഒരു ഉത്തരവ് പറഞ്ഞു, നിന്റെ കാര്യം തീർന്നു, ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞു. അവൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അവൻ രാജാവാണ്, പലതും ചെയ്യാം. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തതൊന്ന് ഓർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് നിലവിളിച്ചു. അവന്റെ ആത്മാവിനെ നീട്ടിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്നൊരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗിയായിട്ട് കിടക്കുകയായിരിക്കാം, തീർന്നുവെന്ന് ചിന്തിച്ചു കിടക്കുകയായിരിക്കാം. നിങ്ങൾക്കൊന്ന് മടങ്ങി വരാൻ, ഒരു മനസ്സ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മാവ് നിങ്ങളെ നടത്തുവാൻ ഇടയായി തീരും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്നെ വിടുവിച്ച ഒരു മാധ്യമത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇത് പണം തന്നിട്ട് പറയുന്നതല്ല. സ്തോത്രം. നിന്റെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനും, നിന്റെ കുടുംബ തകർച്ചയിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ശക്തമായിട്ട് ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഇതാണ് ഉപദേശി, നടക്കേണ്ടെന്ന് വഴി പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. അതാണ് വചനം പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനോ സമൃദ്ധിയായി നൽകുവാനോ വന്നത്. സ്തോത്രം. അല്ലാതെ ഇച്ചിരിച്ച് തരാനല്ല. 41 പിന്നെ വരുമ്പോ അടുത്ത കർക്കിടവാവിനൊന്ന് ഇങ്ങനെയൊക്കെ തരാനൊന്നുമില്ല. സ്തോത്രം. ഇതിനൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കർക്കിടവാവ് തൊട്ടപ്പോൾ തൊഴാതിരിക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ വർഷത്തിലൊന്ന് ബലിയിടും. സ്തോത്രം. രക്ഷയില്ല. മാസത്തിലൊന്ന് ബലിയിടും. രക്ഷയില്ല. പിന്നെ വെളുത്തവാവിനും കറുത്തവാവിനും ബലിയിടും. ഹിന്ദുക്കളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ ഒരു കാര്യമുണ്ട് കേട്ടോ. സ്തോത്രം. ഒരു മനുഷ്യൻ മരിച്ചാൽ, അത് ഏത് മതക്കാരൻ മരിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയണം മരിച്ചു പോയി എന്ന്. പിന്നെയാണ് നമ്മൾ ഇവിടെ വട്ടവിട്ട് ചുറ്റി പറക്കുന്ന എന്നാ പറയുന്നത്, എന്തിയാന്ന് ചോദിച്ചാൽ അപ്പൻ പശുക്കൂട്ടി വരെ വന്നിട്ടുണ്ടെന്ന്. 2025 താമസിക്കുകയും 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുകയും ചൊവ്വയിൽ നമ്മൾ ഇറങ്ങുകയും ചെയ്തിട്ട്, സ്തോത്രം, ഇന്നും പശുക്കൂട്ടി കിടക്കുന്ന വട്ടം കറങ്ങുകയാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിച്ചോണ്ടാ മതി. സ്തോത്രം. ചൊവ്വയിൽ ചെന്ന് ഇവിടെ അപ്പൻ മരിച്ചിട്ട് ഇവിടെ വട്ടം കറങ്ങുക. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചത്. ആ ദിവസം എല്ലാം കഴിഞ്ഞിട്ട് വന്നത്. അല്ലെ പറയും ആ ദിവസത്തിൽ അവിടെ നിന്നുകൊണ്ടാന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അവനെ പേര് വിളിച്ചൊല്ലിയാ വിളിക്കുന്നത്. ആരെ വിളിക്കാനും പേര് അറിയണം. സ്തോത്രം. നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ ഒരു ദൈവം. അതുകൊണ്ടാണ് സക്കായിയോട് പറഞ്ഞ്, അവന് പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടാണ് പേര് വിളിച്ച് പറഞ്ഞത്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. സ്തോത്രം. അത് എന്നെ സംബന്ധിച്ചും ആരെ സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്. ഈ മാർഗത്തിലും മാധ്യമത്തിലും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യൻ ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ പേർ ചൊല്ലി മാറ്റി നിർത്തിയ
ആ വ്യക്തിത്വങ്ങൾക്കുള്ള ഒരു അവകാശവും ഒരു അനുഗ്രഹവുമാണ് ഈ വചനം പറയുക എന്നുള്ളത്. സ്തോത്രം. ഇതിനകത്ത് പലതും നഷ്ടപ്പെട്ടു പോകാം. ഇത് ലാഭങ്ങളുള്ള കച്ചവടമല്ല. സ്തോത്രം. ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ അന്ധകാരത്തിൽ കിടന്ന് നട്ടം തിരിയരുതെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. സ്തോത്രം. അല്ലാതെ അച്ഛൻ അവിടെ കിടന്ന് ഇന്ന് 14 ആയുള്ളൂ, അച്ഛൻ പോയില്ല, അച്ഛനെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കില്ല, അച്ഛൻ അവിടെ പോയിരുന്നോളൂ. അപ്പൊ ജപ്പാനിലുള്ളവർ എന്ത് ചെയ്യും? ജപ്പാനിലുള്ളവർ എവിടെ വന്ന് അപ്പനെ എവിടെ കൊണ്ട് വെക്കും? ചിന്തിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, കേരളത്തിൽ കിടന്ന് വട്ടം കിടക്കരുത്, ഈ ചാണകക്കുഴിയിൽ തന്നെ കിടക്കരുത്. സ്തോത്രം. ഇവിടുന്ന് മാറ്റം വരണം നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. നമ്മൾ MBA പഠിക്കുന്നുണ്ട്, BBA പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്, IAS പഠിക്കുന്നുണ്ട്. ഈ IAS കാരനും വന്നേച്ച് ഇവിടെ ഓരോ മനുഷ്യ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നത്, ഇന്ത്യൻ പ്രസിഡന്റ് വരെ കുമ്പിടുന്നത് നമ്മൾ കണ്ടോണ്ട് നിൽക്കുക. സ്തോത്രം. മനുഷ്യ, നീ എന്തായിരിക്കുന്നു? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? സ്തോത്രം. നിനക്കൊന്ന് മടങ്ങി വരാൻ പറ്റുമോ? ദൈവം പറയുന്നൊന്ന് മടങ്ങി വരണമെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആത്മാവാകുന്ന ദൈവം നമ്മളെ മാടി വിളിക്കുക. സ്തോത്രം. അതുകൊണ്ട് സക്കായം എടുക്കുമെന്ന് ചോദിച്ച്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എന്റെ കണ്ണൊന്ന് തുറക്കണം. കണ്ണ് IAS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കർമ്മം നടക്കുന്ന അവൻ പറയുകയാണ്. സ്തോത്രം. കർമ്മി പറയും, നിന്റെ അപ്പൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുവാന്ന്. നിന്റെ കണ്ണ് എത്രമാത്രം, നീ അതിന് ആമയം പറയും, നീ അതിന് കർമ്മം ചെയ്യുന്നു, നിന്റെ കണ്ണ് ഇതിന് എത്രമാത്രം തുറന്നിട്ടുണ്ട്. സ്തോത്രം. അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ആ സെക്കൻഡിൽ പോയി എന്ന് എല്ലാവർക്കും അറിയാം. ഇനി അവന്റെ പ്രവൃത്തി പോലെ ഇരിക്കും അവിടുത്തെ ഗിഫ്റ്റ്, അവന് കിട്ടാനുള്ള നന്മ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, സ്തോത്രം, ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറി നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങൾ കറങ്ങരുതെന്നുമാണ് ഞങ്ങളുടെ ചിന്ത. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കുമരകത്തിന്റെ ദേശത്ത് ആയിരിക്കുന്നു, BTH MD MA MPhil ഒക്കെ കഴിഞ്ഞ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അനേക സോഷ്യൽ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരാള് MCOM പഠിക്കുന്നു, ഒരാള് BSc നഴ്സിംഗ് പഠിക്കുന്നു, ഒരാള് BBA പഠിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ പശ്ചാത്തലം ഞങ്ങൾ പോകുമ്പോൾ ചെറിയൊരു സഭയുണ്ട്, ഒരു 10-15 ആൾക്കൂട്ടമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, മുജ്ജന്മ പാപമെന്ന് പറയുന്ന അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇടജാതി നാൽക്കാലികൾക്ക് കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവായ ക്രിസ്തുവിന്റെ ആത്മാവിൽ വന്ന ആത്മാവിലും സത്യത്തിൽ ആരാധിച്ച് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിക്കണമെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അതിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം. അതല്ലേ, വളരെ കൃത്യമായിട്ട് വചനം പറയുമ്പോൾ, സ്തോത്രം, വളരെ കൃത്യമായിട്ട് വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. എന്താണ് പറയുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹം സമശിഷ്ട ജീവിതങ്ങളിലേക്ക് പകരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമ്മളെ തെരഞ്ഞെടുത്തവർ ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഒന്നുകൂടെ മാനിച്ച് അതിന്റെ നമ്മൾ പറയില്ല, അതിന്റെ പൊടിയും പൊട്ടും ഒക്കെ ഒന്ന് തട്ടി മറ്റു ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നവോന്മേഷം ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സ്തോത്രം. ഇവിടെ ദേവാലയം വിട്ടുപോകാതെ നിൽക്കുന്ന ഒരു ശിമയിനെ കാണുന്നുണ്ട്. സ്തോത്രം. ഒരു ഹന്നയെ കാണുന്നുണ്ട്. അവനെ കണ്ട് മൂരും സ്വർണമൊക്കെ സമർപ്പിച്ച ജ്ഞാനികളെ കാണുന്നുണ്ട്. സ്തോത്രം. ഇവരൊക്കെ ജ്ഞാനികളെ നമ്മൾ അവിടെ മുന്നേ കാണുന്നു. ദേവാലയം വിട്ടുപോകാത്തവരെ കാണുന്നു. ഇവരെല്ലാം ഈ രക്ഷകനെ കണ്ട് വണങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് നിങ്ങൾ അവിടം വരെ ഒന്നും പോകേണ്ട, അത്ര യാത്ര ചെയ്യേണ്ട. സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. ഈ ശബ്ദം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. ഈ നാമം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ, നിങ്ങളുടെ തകർച്ചകളിൽ നിന്ന്, നിങ്ങളുടെ ഉയർച്ചയില്ലാത്ത അവസ്ഥയിൽ നിന്ന്, നിങ്ങളുടെ മദ്യപാന സ്വഭാവത്തിൽ നിന്ന്, നിങ്ങളുടേതായ എന്താണോ നിങ്ങളുടെ തകർന്നു കിടക്കുന്ന മേഖലയിൽ നിന്ന്, ഭ്രാന്തായിരിക്കാം, അതുപോലെയുള്ള വിഷയങ്ങളായിരിക്കാം, ഇതിൽ നിന്നൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, വചനം പറയുന്നു, മറ്റൊരു തന്നെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണ്, യേശുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. ആരോമ TV കേൾക്കപ്പെട്ട നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ആദ്യമധ്യാന്ത വർണ്ണങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ തലമണക്കിയിരിക്കുമ്പോൾ അവിടുത്തെ കരുണ കേൾക്കപ്പെട്ടവരിൽ ഉണ്ടാകണമേ. അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുക. അവരുടെ തകർച്ചകളിൽ, അവരുടേതായ അധപ്പതനത്തിന്റെ മധ്യത്തിൽ ദൈവം ആത്മാവാണ്. ദൈവം അവിടുന്ന് ജീവൻ നൽകുന്നവനാണ്, അവൻ സമൃദ്ധിയായി നൽകുന്നവനാണെന്ന് കർത്താവെ കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുത്തെ കരം കൂടെ ഇരിക്കണം. ആത്മാവരെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ആരോമ TV അതിനെ കേൾക്കപ്പെട്ടവരെ എല്ലാം ദൈവം ഒന്നിച്ചനുഗ്രഹിക്കണം. മഹത്വം അവിടുത്തേക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ KB അജിത്തുമാനുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിതാനുഭവം സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മഹാതരമായി തീരുമല്ലോ.
മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com